2003 കൈരളി ടിവിയിൽ തുടങ്ങിയ ചെറിയ ശ്രീനിയും വലിയ ലോകവും എന്ന ടെലിവിഷൻ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം ശ്രീനിവാസൻ എന്ന ചലച്ചിത്രകാരൻ അത്രകാലം നടത്തിയ സിനിമാ ജീവിതത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം ആ സിനിമാ ജീവിതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കണ്ടുമുട്ടിയ വ്യക്തികൾ ഇവരിലൂടെ ഒരു മടക്കയാത്രയായിരുന്നു ആ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം. ചെറിയ ശ്രീനിയും വലിയ ലോകവും ടെലികാസ്റ്റ് തുടങ്ങിയ ദിവസത്തെ പ്രതികരണങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. സിനിമയെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ ശ്രീനിവാസൻ എന്ന ചലച്ചിത്രകാരൻ മലയാളിക്ക് നൽകിയ ചലച്ചിത്ര സംഭാവനകളുടെ പേരിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട ആൾക്കാർ ഒക്കെ തന്നെ ആ പ്രോഗ്രാമിനെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ പ്രതികരിച്ചു. ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആദ്യമായിട്ട് ആലപ്പുഴയിൽ കൽപ്പകവാടി ഹോട്ടലിൽ താമസിക്കുമ്പോൾ ആണ് ഈ പ്രോഗ്രാമിൻ്റെ ഏതാണ്ട് സ്വഭാവത്തെപ്പറ്റി വ്യക്തമായ ഒരു ധാരണ ഞങ്ങളോട് ശ്രീനിവാസൻ പറയുന്നത്. അതിനുശേഷം ഞങ്ങൾ പോയത് നേരെ തൃശ്ശൂരേക്കാണ്. ശ്രീനിവാസൻ്റെ ഏറ്റവും മികച്ച തിരക്കഥകൾ പലതും സിനിമയാക്കുകയും അത് മലയാളിയുടെ ജീവിതത്തിൽ ചലച്ചിത്ര അനുഭവങ്ങളിൽ വളരെ വ്യത്യസ്തമായ ഒരു ദിശ സൃഷ്ടിക്കുകയും ചെയ്തവയാണ്. ആ സിനിമകളൊക്കെ സംവിധാനം ചെയ്ത ആളാരാണെന്ന് നമുക്കറിയാം, സത്യൻ അന്തിക്കാട്. ഞങ്ങൾ തൃശ്ശൂരെത്തി. തൊട്ടടുത്ത ദിവസം സത്യൻ അന്തിക്കാടിൻ്റെ വീട്ടിലെത്തി. ഞങ്ങളവിടെ എത്തിയതിന് ശേഷം ശ്രീനിവാസനും സത്യൻ അന്തിക്കാടും കൂടി കുറേ നേരം അവർ സ്വകാര്യമായി സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് അവർ തമ്മിലുള്ള ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ തീരുമാനിച്ചത്. ആ അഭിമുഖം ചിത്രീകരിക്കുന്നതിന് മുമ്പ് ഏറെ നേരം അവർ തമ്മിൽ സംസാരിച്ചപ്പോഴൊക്കെ ഒരു ഈ സത്യൻ അന്തിക്കാടിൻ്റെ സിനിമകൾ കണ്ട ഒരാളെന്നുള്ള തരത്തിൽ ശ്രീനിവാസൻ അഭിനയിക്കുകയും എഴുതുകയും ചെയ്ത സിനിമകൾ പലതും കണ്ടിട്ടുള്ള ആൾക്കാരെന്നുള്ള തരത്തിൽ ഞാനും എൻ്റെ സുഹൃത്തുക്കളും അത്ഭുതത്തോടെ നോക്കി നിന്നത് അവർ തമ്മിൽ ഉള്ള ഒരു രസതന്ത്രമാണ്. എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ എന്നുള്ള നിലയിൽ നിന്ന് എങ്ങനെയാണ് അവർ രണ്ടുപേരും ഒരേപോലെ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നത് ഒരേപോലെ ആകുന്നത് എങ്ങനെയാണ്, ഇതേക്കുറിച്ച് എനിക്കന്ന് വളരെ വ്യക്തിപരമായി വളരെയേറെ കൗതുകം തോന്നി. അത് ആ സംസാരം കേട്ട് നിൽക്കാനും ഇവർ തമ്മിലുള്ള പല കാര്യങ്ങളോടുമുള്ള അവരുടെ പ്രതികരണം, ഇതൊക്കെ എനിക്ക് വളരെ കൗതുകകരമായി തോന്നി. കാരണം രണ്ടുപേരിരുന്നൊരു കഥയുണ്ടാക്കുക, സംവിധായകൻ എന്നുള്ള തരത്തിൽ സത്യൻ അന്തിക്കാടും ശ്രീനിവാസനും രണ്ട് തരത്തിൽ അവരുടെ പ്രതിഭ അക്കാലത്ത് തന്നെ തെളിയിച്ചിരുന്നു. മികച്ച സിനിമകൾ പലതും, വരവേൽപ്പ്, അല്ലെങ്കിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, നാടോടിക്കാറ്റ്, അങ്ങനെ നിരവധി നല്ല സിനിമകൾ അവർ രണ്ടുപേരും കൂടെ ചേർന്ന് വന്നു കഴിഞ്ഞു. വെള്ളാനകളുടെ നാടെന്ന് പറഞ്ഞ സിനിമ പ്രിയദർശനാണ് സംവിധാനം ചെയ്തത്. പക്ഷേ ആ സിനിമയിൽ പ്രിയദർശൻ്റെ പേര് എഴുതി കാണിച്ചില്ലെങ്കിൽ നമുക്കത് സത്യൻ അന്തിക്കാടിൻ്റെ സിനിമ എന്ന് പറഞ്ഞാലും ആരും അവിശ്വസിക്കില്ല. കാരണം അത്രമാത്രം അതിനു മുമ്പ് സത്യൻ അന്തിക്കാടും ശ്രീനിവാസനും കൂടി ചെയ്ത സിനിമകളുടെ ഒരു സ്വഭാവം ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു, വെള്ളാനകളുടെ നാട്. അപ്പോൾ ഈ സിനിമകളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഈ ചെറിയ ശ്രീനിയും വലിയ ലോകവും എന്ന പ്രോഗ്രാമിന് വേണ്ടി ഇവർ തമ്മിൽ സംസാരിക്കുന്നത്. ആ ഇൻ്റർവ്യൂവിൽ സത്യൻ അന്തിക്കാടിനോട് ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട്, സത്യൻ എന്ന പേര് എങ്ങനെയാണ് നിങ്ങൾക്ക് വന്നത്? ഒരുപക്ഷെ വേറെ ആരും അങ്ങനെ ഒരു ചോദ്യം അത്ര നാളിനിടയിൽ സത്യൻ അന്തിക്കാടിനോട് ചോദിച്ചിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാണ് സത്യൻ എന്ന പേര് വന്നത്? അപ്പം ഒരു നിമിഷം ആലോചിച്ച ശേഷം സത്യൻ അന്തിക്കാട് പറഞ്ഞ മറുപടി, അദ്ദേഹത്തിൻ്റെ സഹോദരന് സത്യൻ എന്ന നടനോട് വളരെയേറെ ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇളയ സഹോദരന് സത്യൻ എന്ന പേരിട്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതിനുശേഷം അവർ തമ്മിൽ മദ്രാസിൽ വെച്ച് കണ്ടുമുട്ടുന്നതും അവർ സിനിമ ആദ്യമായി ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം തുടങ്ങുന്നതും, പിന്നീട് സത്യൻ അന്തിക്കാട് ശ്രീനിവാസൻ എന്ന കൂട്ടുകെട്ട് മലയാള സിനിമയിൽ വളരെ വ്യത്യസ്തമായ ഒരു ഇടം സൃഷ്ടിക്കുകയുണ്ടായി. അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി എന്ന ആ അഭിമുഖത്തിൽ അവർ തമ്മിൽ സംസാരിച്ചു. അത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് വന്നതിന് ശേഷം അത് എഡിറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു 2 ഭാഗമായിട്ടാണ് ആ പ്രോഗ്രാമിൽ അത് ടെലികാസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, അപ്പോൾ സത്യൻ അന്തിക്കാട് വർഷങ്ങൾക്ക് ശേഷം സത്യൻ അന്തിക്കാടിൻ്റെ 2 സിനിമകളിൽ സഹസംവിധായകനായി പ്രവർത്തിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. മനസ്സിനക്കരെ, അച്ചുവിൻ്റെ അമ്മ എന്നീ 2 സിനിമകളിൽ. അപ്പോൾ ആ സമയത്തും അതിനു മുമ്പ് ഈ പല സന്ദർഭങ്ങളിൽ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സത്യൻ അന്തിക്കാട്
അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് സിനിമയ്ക്കാണ്. പിന്നെ അദ്ദേഹം സൂക്ഷിക്കുന്ന ഒരു ജീവിതചര്യ. അദ്ദേഹം എല്ലാവരോടും വളരെ സൗഹൃദത്തോടു കൂടി സംസാരിക്കാറുണ്ട്, എല്ലാവരോടും വളരെ സ്നേഹത്തിൽ പെരുമാറാറുണ്ട്. പക്ഷേ ഈ സൗഹൃദങ്ങൾക്കും ബന്ധങ്ങൾക്കുമൊക്കെ ഒരു കൃത്യമായ എതിർവരമ്പ് അദ്ദേഹം സൂക്ഷിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് എന്ന് പറഞ്ഞാൽ അത് വളരെ ആസൂത്രിതമായി ചെയ്യുന്നു എന്നല്ല അതിനർത്ഥം. പകരം അദ്ദേഹം സിനിമയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാവുന്ന എല്ലാ തരത്തിലുള്ള ശ്രീനിവാസൻ എന്ന എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ നടൻ്റെ പൊട്ടൻഷ്യൽ ഏറ്റവും നന്നായി എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് സത്യനന്ദിക്കാടിൻ്റെ പല സിനിമകളും തെളിയിച്ചിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറം ഞാൻ ആലോചിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രീനിവാസൻ്റെ ജീവിതത്തിലുണ്ടായ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുണ്ടായ ചില പ്രശ്നങ്ങൾ. അത് എനിക്ക് തോന്നുന്നു എല്ലാ മലയാളികൾക്കും അറിയുന്ന കാര്യമാണ്. അദ്ദേഹം ആരോഗ്യകരമായ ചില പ്രശ്നങ്ങൾ നേരിട്ട് ഇപ്പോൾ വിശ്രമത്തിലാണ്. ആ സമയത്തും വ്യക്തിപരമായി ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയ പല സന്ദർഭങ്ങളിലും മോഹൻലാൽ നായകനായ ഹൃദയപൂർവ്വം എന്ന സിനിമയും അതിനു മുമ്പ് വന്ന സിനിമകളൊക്കെ തന്നെ ശ്രീനിവാസന് ആരോഗ്യ പ്രശ്നമുണ്ടായതിന് ശേഷം സത്യനന്ദിക്കാട് ചെയ്ത എല്ലാ സിനിമകളുടെയും കഥ ശ്രീനിവാസനുമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ വിശദമായി സംസാരിക്കുകയും അദ്ദേഹത്തെ കൂടെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ഒരു ഏറ്റവും ആത്മാർത്ഥതയുള്ള ഒരു സൗഹൃദമായിരുന്നു അവരുടേതെന്ന് അവർ പലപ്പോഴും അത് ഇങ്ങനെ പറഞ്ഞറിയിക്കാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ മാധ്യമങ്ങളെ വിളിച്ച് പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. സത്യനന്ദിക്കാട് എന്ന എനിക്ക് അദ്ദേഹത്തിൻ്റെ 2 സിനിമകളിൽ ജോലി ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എല്ലാവരോടും ഒരുപോലെ പെരുമാറുമ്പോഴും എല്ലാവരുടെയും ഇടം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി ഓരോ മനുഷ്യനും ഓരോ വ്യക്തിക്കും നൽകേണ്ട ഇടം കൃത്യമായി നൽകി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു സംവിധായകനായാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയായാണ് എനിക്ക് അദ്ദേഹത്തെ തോന്നിയിട്ടുള്ളത്. നമുക്കറിയാം അദ്ദേഹം ഈ ചിത്രീകരണത്തിനിടയിൽ മദ്യപിച്ച ചില നടന്മാരോട് വളരെ സ്നേഹപൂർവ്വം അരുത് എന്ന് പറയുകയും അല്ലെങ്കിൽ അത് തൻ്റെ സെറ്റിൽ പറ്റില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്ത അനുഭവങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. സിനിമയിൽ പലപ്പോഴും ബന്ധങ്ങൾക്ക് ആഴമില്ല, ബന്ധങ്ങൾക്ക് അർത്ഥമില്ല എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ശ്രീനിവാസനും സത്യനന്ദിക്കാടും തമ്മിലുള്ള സൗഹൃദം ആ ഒരു ഇൻ്റർവ്യൂ ഷൂട്ട് ചെയ്ത സമയത്ത് മാത്രമല്ല, ഈ അടുത്ത കാലത്ത് ശ്രീനിയേട്ടൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ പലപ്പോഴും ഞാൻ വിളിച്ചന്വേഷിച്ചറിയുന്നത് സത്യനന്ദിക്കാടിനോടാണ്. ആ സമയങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം അതേക്കുറിച്ച് എത്രമാത്രം ഉത്കണ്ഠപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ശ്രീനിവാസൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ സുഹൃത്തെന്നുള്ള തരത്തിൽ താൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു സർഗാത്മകമായ ഊർജ്ജം, അല്ലെങ്കിൽ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി, അല്ല നഷ്ടപ്പെട്ട ഊർജ്ജം തിരിച്ചു കിട്ടുക, ഇതൊക്കെ സംഭവിക്കുന്നതാണ് ശ്രീനിവാസനെ കാണുമ്പോൾ എന്നിലുണ്ടാകുന്ന ഒരു രസതന്ത്രമെന്ന് അദ്ദേഹം തന്നെ സ്വകാര്യ സംഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ മലയാള സിനിമയിൽ വളരെയേറെ ഹിറ്റുകൾ സൃഷ്ടിച്ച ഒരു കൂട്ടുകെട്ടാണ് സത്യനന്ദിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ട്. അപ്പോൾ അവർ വ്യക്തികൾ എന്നുള്ള തരത്തിലും മനുഷ്യർ എന്നുള്ള തരത്തിലും സുഹൃത്തുക്കൾ എന്നുള്ള തരത്തിലും ഒക്കെ വളരെ ആഴമുള്ള ഒരു ബന്ധം സൂക്ഷിക്കുന്നത് കഴിഞ്ഞ ഒരു 20-25 വർഷമായിട്ട് പലപ്പോഴും പല സന്ദർഭങ്ങളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തിപരമായി തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ചലച്ചിത്ര പ്രവർത്തകരിലൂടെയും എഴുത്തുകാരിലൂടെയും സുഹൃത്തുക്കളിലൂടെയും ഉള്ള ഒരു യാത്ര കൂടിയായിരുന്നു ചെറിയ ശ്രീനിയും വലിയ ലോകവും. ആ പ്രോഗ്രാമിൽ മലയാളത്തിലെ പ്രശസ്തരായ പല സിനിമാ താരങ്ങളും സംവിധായകരും എഴുത്തുകാരും ഒക്കെ തന്നെ കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ശ്രീനിവാസൻ എന്ന ചലച്ചിത്രകാരൻ എത്രമാത്രം ഇവരുടെയൊക്കെ മനസ്സിൽ ഇടം നേടിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു 10-30 വർഷത്തെ ചലച്ചിത്ര ജീവിതത്തിലൂടെ ഇത്രമാത്രം തൻ്റെ സമകാലികരായ ചലച്ചിത്രകാരൻ ഏതാണ്ട് 10-30 വർഷം താൻ ജീവിച്ച ചലച്ചിത്ര ലോകം, അല്ലെങ്കിൽ കേരളീയ ജീവിതം, അതിനിടയിൽ താൻ കണ്ടുമുട്ടിയ വ്യക്തികൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഒക്കെ തന്നെ എത്രമാത്രം തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ താൻ എത്രമാത്രം അവരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ഒരു സഞ്ചാര രേഖ കൂടിയായിരുന്നു ചെറിയ ശ്രീനിയും വലിയ ലോകവും.